ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ വേദപുസ്തകത്തിൽ ഇത്രയധികം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് പഴയ നിയമത്തിലെ ഹാഗാറാണ്. അബ്രഹാമിനാൽ പരിത്യജിക്കപ്പെട്ട് മരുഭൂമിയുടെ അടിമത്തിലത്തേക്ക് കടന്നു ചെല്ലുകയും മരുഭൂമിയിൽ തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ ത്രാണിയില്ലാതെ അല്പം മാറി നിന്ന് നിലവിളിക്കുന്ന ഒരമ്മയെ എങ്ങനെയാ നമുക്ക് മറക്കുവാൻ സാധിക്കുക? കരയുന്ന ഒരമ്മയെ എങ്ങനെയാ നമുക്ക് മറക്കുവാൻ സാധിക്കുക? യിരെമ്യാ പ്രവാചകൻ, വിലാപങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാണ് ഈ പ്രവാചകനെ പരിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തും. ഒരുപാടിടത്ത് ഈ പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. സ്വന്തം കുലത്തിന്റെ നഷ്ടത്തെ ഓർത്ത് എസ്തേർ രാജ്ഞി ദൈവസന്നിധിയിൽ കരയുന്നതും നമ്മളിങ്ങനെ വായിച്ചെടുക്കുന്നുണ്ട്. ദാവീദ് അനുതാപത്താൽ കരയുന്നുണ്ട്. എന്തിന്? പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും കരയുന്നുണ്ട്. എവിടെയാ? ലാസറിന്റെ കല്ലറയിൽ യേശു തമ്പുരാൻ കടന്നു ചെന്നിട്ട് അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു കണ്ണുനീർ വാർത്തു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ ഒരു വാക്യമാണ് എങ്കിലും ഇത്രയേറെ നനവുള്ള ഒരു വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത്രമേൽ ദൈവത്തിന്റെ കണ്ണുനീർ വീണ്, യേശു തമ്പുരാന്റെ അതിവിശുദ്ധമായ കണ്ണുനീർ വീണ് ഈ ഭൂമിയെ വിശുദ്ധമാക്കിയ ഇടമാണ് ലാസറിന്റെ കല്ലറ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ഞായറാഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആടോ മാടോ ചെങ്ങാലിയോ എനിക്കില്ല, എനിക്കുള്ളത് എന്താ? 2 തുള്ളി കണ്ണുനീര. ആടോ മാടോ ചെങ്ങാലിയോ ഒന്നും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എനിക്കില്ല. എനിക്ക് സമർപ്പിക്കുവാനുള്ളത് എന്റെ 2 തുള്ളി കണ്ണുനീരാണ് എന്ന് പ്രാർത്ഥനയിൽ പിതാക്കന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് അസീസിയെ പറ്റി നമുക്കറിയാമല്ലേ? ഈ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പെയിന്റിംഗ് ഉണ്ട്, ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുക, അദ്ദേഹത്തെ വരച്ചിരിക്കുക ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ 2 കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നതായിട്ട് കയ്യിൽ ഒരു തുമാലയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, അത് തുടയ്ക്കുവാൻ നിൽക്കുന്ന ഫ്രാൻസിസ് അസീസിയാണ് ആ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, വരച്ചിരിക്കുക. കരഞ്ഞ് 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 വിശുദ്ധി പ്രാപിച്ചവനാ ഫ്രാൻസിസ് അസീസി. അപ്പോൾ കരയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. നിശ്ചയമായും നമ്മൾ കരയുന്നവരാണ് എന്ന ബോധ്യത്തോടു കൂടി